ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചിട്ട് ഇക്കിളിപുണ്ട് CBI അന്വേഷണത്തിന് ഉത്തരവിട്ട പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ഇന്ന് കേരളത്തിൽ യഥാർത്ഥമായിട്ടുള്ളതോ ഇല്ലാത്തതോ ഉള്ളതോ ആയിട്ടുള്ള പരാതികൾ ആർക്കെതിരെ വന്നാലും പൊതുജനം വിശ്വസിക്കാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഈ സർക്കാരിന്റെ കുൽസിത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരാതികൾ ഉയർന്നു വരുന്നതെന്ന് നാട്ടുകാർ വിശ്വസിക്കാൻ തുടങ്ങി. അതൊരു ആ ഗതികേടിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിച്ചതിന്റെ ഒന്നാം പ്രതി പിണറായി വിജയൻ സർക്കാരാ. ഇനി എനിക്ക് സുരേഷ് കുമാറിനോട് ഒന്ന് രണ്ട് കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് സംഘടനാപരമായിട്ടുള്ള നടപടി. രാഹുലിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു. ഉത്തരവാദിത്ത ബോധത്തോടെ ഞങ്ങൾ പറയുന്നു, നടപടിയെടുത്തു. ഒരു കാര്യം തിരിച്ചു നോക്കട്ടെ, P ശശിയുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PK ശശിയുടെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിച്ചു, നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? PT കുഞ്ഞുമുഹമ്മദിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങളുടെ പാർട്ടിക്ക് തോന്നുന്നുണ്ടോ? മുകേഷിനെതിരെ സംഘടനാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗണേഷിന്റെയും ശശീന്ദ്രന്റെയും പിന്തുണ വാങ്ങി ഭരിക്കണമെന്ന് പിണറായി വിജയന് തോന്നുന്നത് ഉളുപ്പില്ലായ്മ കൊണ്ടല്ലേ? ഇനി വൈശാഖൻ ഡിവൈഎഫ്ഐയുടെ നേതാവല്ലേ? ഇനി നിങ്ങളുടെ പൂക്കാസയുടെ നേതാവുണ്ടല്ലോ ഒരു ഗോകുലേന്ദ്രൻ, അയാൾക്കെതിരെ പോക്സോ കേസാണ് വന്നിരുന്നത്. സംഘടനാപരമായി എന്ത് നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്കൊക്കെ സാധിച്ചു? അപ്പൊ അങ്ങനെ നടപടിയെടുത്ത ഒരു പാർട്ടി അമാന്തമില്ലാതെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനിങ് എടുത്ത് നടപടി സ്വീകരിച്ച കോൺഗ്രസ് പാർട്ടിയെ വിമർശിക്കാൻ വരുന്ന നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഉന്നതന്മാരുടെ പേര് മൂടി വെച്ചിട്ട് റിപ്പോർട്ട് പുറത്തുവിട്ട നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് പറയാൻ? സർക്കാരിന് വിശ്വസിച്ച് പരാതി കൊടുക്കാൻ എന്തുകൊണ്ടാ അതിൽ അതിജീവിതമാർക്ക് പറ്റാതെ പോയത്, ഇരകൾക്ക് പറ്റാതെ പോയത്? ഈ സർക്കാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാ.